ശബരിമലയിൽ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെ സന്നിധാനത്തെത്തിയത് 6 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ. മല കയറി എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ് സന്നിധാനത്തു നിന്നും. അജയ്, ഗുഡ് മോർണിംഗ്. ഭക്തജന തിരക്ക് അത് മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഗണ്യമായ രീതിയിൽ ഉയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നിങ്ങനെയാണ് ഭക്തജനങ്ങളുടെ തിരക്ക് ഉള്ളത്. ഒപ്പം തന്നെ സുഗമമായ രീതിയിൽ എല്ലാ ഭക്തർക്കും ദർശനം ഒരുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പരാതിരഹിതമായ രീതിയിൽ തന്നെയാണ് ഇത്തവണ തീർത്ഥാടനം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടുത്തെ കാഴ്ച? നന്ദു, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വലിയ ഭക്തജന തിരക്കാണ് മണ്ഡലകാലം ആരംഭിച്ച് സന്നിധാനത്തൊപ്പം ഉണ്ടാകുന്നത്. പോയ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2023-ൽ ഈ ഒരു ഘട്ടത്തിൽ 2 ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് ഈ ഒരു സമയമെത്തുമ്പോൾ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യമുള്ളത്. എന്നാൽ അതിപ്പോൾ 6 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ 2023-ൽ 16 മുതൽ 22 വരെ 2,64,855 ഭക്തജനങ്ങളാണ് ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ അത് ഈ വർഷത്തിലേക്ക് കടക്കുമ്പോൾ 15-ാം തീയതി മുതൽ 22 വരെ 5,38,313 എന്ന ഒരു വലിയൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇരട്ടിയിലധികം ഭക്തജനങ്ങൾ ഇക്കുറി സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇന്നലെ 73,977 ഭക്തജനങ്ങളാണ് മല കയറി സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യമുള്ളത്. ഇപ്പോൾ 6,12,290 എന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് വലിയൊരു വർധനവ് ഇത്തവണ ഉണ്ടാകുന്നു. പക്ഷേ ഇത്തരത്തിൽ തിരക്കേറുമ്പോൾ പോലും ശക്തമായിട്ടുള്ള ക്രമീകരണമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിലേറ്റവും പ്രധാനമായി നാം സൂചിപ്പിക്കേണ്ടുന്നത് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യമാണ്. സ്പോട്ട് ബുക്കിങ്ങിൽ 10,000 സ്ലോട്ടുകളായിരുന്നു അനുവദിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ മാത്രം 13,000 ഭക്തജനങ്ങൾ സ്ലോട്ട് ബുക്കിംഗ് വഴി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണെന്ന് മനസ്സിലാക്കാൻ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെർച്വൽ ബുക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ബുക്ക് ചെയ്യാൻ കഴിയാത്ത, സ്ലോട്ട് ലഭിക്കാത്ത ഭക്തജനങ്ങൾക്ക് പോലും സ്പോട്ട് ബുക്കിംഗ് വഴി മലയിലെത്താൻ വേണ്ടി കഴിയും, സന്നിധാനത്തെത്താൻ വേണ്ടി കഴിയും. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ഭക്തനെ പോലും ശബരിമലയിൽ എത്തി അയ്യപ്പ ദർശനം കണ്ടു മടങ്ങുവാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു ക്രമീകരണം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഇവിടെ എത്തുന്ന എല്ലാവർക്കും വ്യക്തമായുള്ള രേഖകളുമായി എത്തുന്ന എല്ലാ ഭക്തർക്കും സന്നിധാനത്തെത്തി ദർശനം കണ്ടു മടങ്ങുവാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ വലിയൊരു ക്രമീകരണമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയൊരു ഭക്തജന തിരക്ക് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ടാണ് ഇത്തരത്തിലേക്കൊരു വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകുന്ന സാഹചര്യമുള്ളത്. ഇന്നിപ്പോൾ അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഒരു ദിവസമാണ്. അതിനാൽ തന്നെ കൂടുതൽ ആളുകൾ എത്താനുള്ള സാഹചര്യം ഇന്നലെയും ഇന്നുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ. 87,000-ഓളം ഭക്തജനങ്ങളാണ് വെള്ളിയാഴ്ച മാത്രം ഇങ്ങോട്ടേക്ക് എത്തിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും കൂടുതൽ ഭക്തജനങ്ങൾ എത്തും എന്നാണ് നാം കരുതുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ തിരക്ക് ഏറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എല്ലാ ഭക്തജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാകുന്നു. സ്പോട്ട് ബുക്കിങ്ങിന് 3 കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പമ്പയിലും അതുപോലെ തന്നെ എരുമേലിയിലും കൃത്യമായി സംവിധാനങ്ങൾ ഒരുക്കുന്നു. എന്തായാലും ശരി അജയ്, എന്തായാലും വ്യക്തമാണ്. ശബരിമലയിലെ വിശേഷങ്ങളാണ് അജയ് നാഥ് പങ്കുവച്ചത്.